പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 244 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഡൊമിനിക്കിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ തെരേസ ബെനഡിക്റ്റിയെ കുറിച്ചാണ്. 1891 ഇപ്പോൾ റോക്ല എന്നറിയപ്പെടുന്ന പോളണ്ടിലെ ബ്രിസാലോവിലെ ഒരു ഉന്നത യഹൂദ കുടുംബത്തിലാണ് വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ജനിച്ചത്. എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവരുടെ ആദ്യകാല പേര്. പ്രമുഖ ജർമ്മൻ സർവകലാശാലയിലുള്ള പഠനങ്ങൾ വഴി നേടിയ അഗാധമായ പാണ്ഡിത്യം മൂലം അറിയപ്പെടുന്ന ഒരു തത്വചിന്തകയായി വിശുദ്ധ മാറി. തന്റെ കൗമാരത്തിൽ തന്നെ യഹൂദമതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച എഡിത്ത് ഗോട്ടിംഗൻ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ വ്യക്തിപരമായ അനുഭവങ്ങളെയും ചേതനകളെയും ഘടനാപരമായി പഠിക്കുന്ന ഫിനോമിനോളജി എന്ന തത്വശാസ്ത്ര ശാഖയിൽ ആകൃഷ്ടയായി തീർന്നു. പ്രമുഖ ഫിനോമിനോളജിസ്റ്റ് ആയിരുന്ന എഡ്മണ്ട് ഹുസേർട്ടിന്റെ ശിഷ്യത്വത്തിൽ തെരേസ തന്റെ പഠനത്തിൽ പുരോഗമിക്കുകയും 1916 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 1922 വരെ തെരേസ ഒരു സർവകലാശാല അധ്യാപികയായി സേവനം ചെയ്തു. പിന്നീട് സ്പെയിനിലെ ഡൊമിനിക്കൻ വിദ്യാലയത്തിലേക്ക് മാറി. പക്ഷേ നാസികളുടെ സമ്മർദ്ദം കാരണം മ്യൂണിക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലി വിശുദ്ധയ്ക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. തന്റെ 14-ാമത്തെ വയസ്സിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട തിളക്കമാർന്ന തത്വചിന്തകയായിരുന്ന എഡിത്ത് ഒരിക്കൽ ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവചരിത്രം വായിക്കുവാനിടയായി. ഈ സംഭവം അവളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കുകയും അവളുടെ ജ്ഞാനസ്നാനത്തിൽ അവസാനിച്ച ആത്മീയയാത്രയുടെ പുതിയൊരു തുടക്കം കുറിക്കുകയും ചെയ്തു. 1933 ആവിലായിലെ വിശുദ്ധ തെരേസയെ അനുകരിച്ചുകൊണ്ട് അവൾ ഒരു കർമ്മലീത്ത സന്യാസിനിയായി തീരുകയും കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1934-38 കാലയളവിൽ കൊളോൺ കർമ്മലിൽ താമസിച്ചതിനു ശേഷം വിശുദ്ധ നെതർലൻഡ്സിലെ എക്സിലെ കർമ്മലീത്ത ആശ്രമത്തിലേക്ക് മാറി. 1940 നാസികൾ ആ രാജ്യം തങ്ങളുടെ അധീനതയിലാക്കി. ഡച്ച് മെത്രാൻമാർ തങ്ങളെ തള്ളിപ്പറഞ്ഞതിന്റെ പ്രതികാരമായി നാസികൾ ക്രിസ്തുമതം സ്വീകരിച്ച ഡച്ച് ജൂതന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. 1942 യഹൂദ പാരമ്പര്യമുള്ള നിരവധി കത്തോലിക്ക വിശ്വാസികൾക്കൊപ്പം വിശുദ്ധയെയും സംഘത്തെയും നാസി ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും കന്നുകാലികളെ കടത്താൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനിൽ കയറ്റി ഓഷിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് അയക്കുകയും ചെയ്തു. തെരേസ ബെനഡിക്റ്റായും കത്തോലിക്ക വിശ്വാസിയായിരുന്ന അവളുടെ സഹോദരി റോസായും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇവർ രണ്ടുപേരും ഓഷിറ്റ്സിലെ തടങ്കൽ പാളയത്തിലെ വിഷവാതക അറയിൽ കിടന്ന് 1942 ഓഗസ്റ്റ് 9 മരണപ്പെടുകയാണുണ്ടായത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. തുടർച്ചയായി പ്രയാസങ്ങൾ നമ്മെ തേടിയെത്തിയാലും പുഞ്ചിരി മായാതെ നിലനിൽക്കുവാൻ സാധിക്കുക എന്നത് ഭ്രാന്തല്ല, അതൊരു കരുത്താണ്, പോരാട്ടം നൽകിയ കരുത്ത്. തോൽക്കാതെ ജയിക്കുന്നവർക്ക് വിജയം ആസ്വദിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് ശേഷിയുണ്ടായിട്ടും ഒന്നിച്ചു നിൽക്കാൻ മനസ്സ് കാണിക്കുന്നവരാണ് മഹാമനസ്കർ. ഏവർക്കും നന്ദി.